അത് ശരി, ഇങ്ങനെയാണ് വിങ്സ് ഉണ്ടാക്കുന്നേ. ഈ വീരിത് എവിടേക്കാ പോയത്? അത് ശരി, നീ ഇവിടെ വന്ന് ഒളിച്ചിരിക്കയാ. നിനക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ എന്തിനാണ് എന്റെ അച്ഛന്റെ കാറ് ട്രക്കിനോട് ചേർത്ത് കെട്ടിവെച്ചേ? ഓ, എന്ത് കണ്ടോണ്ട് നിക്ക, വീറിനെ വേഗം രക്ഷിക്ക്. പക്ഷെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർക്ക് സംശയം തോന്നാത്ത രീതി വേണം മന്ത്രവിദ്യ പുറത്തെടുക്കാൻ. എന്താ അവിടെ ഇത്ര ബഹളം? എന്തായി സംഭവിക്കുന്നത്? ഇല്ലില്ലില്ല, ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല. ഇതെന്റെ ശരീരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതാ. ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല മാം. ഇത് സത്യമായിട്ട് ഞാനല്ല. വേണ്ട. തോന്നിയവാസി, എന്തായി കാണിച്ചേ? വാ പ്രിൻസിപ്പലിന്റെ അടുത്തേക്ക്. ഞാനൊന്നും ചെയ്തില്ല. അതെ വീർ, ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ചിറകുണ്ടാക്കാനുള്ള വഴികൾ കണ്ടുപിടിച്ചോ? പറക്കാൻ പറ്റുന്ന ചിറകുകൾ ഉണ്ടാക്കുന്നത് ഇമ്പോസിബിളാ. ഇമ്പോസിബിൾ ആയ കാര്യം പോസിബിൾ ആക്കുന്നവരെയാണ് വീരനെന്ന് വിളിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ജിണ്ടുവിനെ വിളിക്കുന്ന നല്ലത്. അവൻ നമ്മളെ സഹായിക്കും. നിങ്ങള് വിളിച്ച ഉടനെ ദേ ഞാൻ ഓടിയെത്തി. എന്താണ് വേണ്ടതെന്ന് ആജ്ഞാപിച്ചോളൂ. എനിക്ക് പറക്കാൻ പറ്റുന്ന ചിറകുകൾ വേണം ഇപ്പോ. അങ്ങയുടെ ആജ്ഞ നിറവേറ്റുന്നതാണ്. ഇതാ പിടിച്ചോളൂ, പറക്കാൻ പറ്റുന്ന ചിറകുകൾ. എനിക്ക് ചിറകുകൾ കിട്ടിയേ. നമുക്ക് പറന്നു നോക്കാം. നല്ല രസമുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, എന്റെ തുണി പോയേ. സൈക്ലിംഗ് ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഒന്ന് നിർത്തൂ, എന്റെ സൈക്കിൾ പോയേ. വീർ, ചുൾബുൾ പറഞ്ഞല്ലോ നീ മിന്നുവിന് കൊടുക്കുവാനായി ചിറകുകൾ ഉണ്ടാക്കുകയാണെന്ന്. മുന്നൂന്റെ മുത്തശ്ശിക്ക് വയ്യാതെ ഇരിക്കുക. മുന്നൂന് മുത്തശ്ശിയെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ അച്ഛന് ഓഫീസിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിറകുണ്ടാക്കി കൊടുത്ത അവനെ പറന്നുപോയി കാണാലോ. വീർ, നീ ഒരു കാര്യം എപ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. നീ ശരിക്കും ആരാണെന്നുള്ള കാര്യം ആരും കണ്ടുപിടിക്കാൻ പാടില്ല. നീ ആരാണെന്ന് ലോകത്തിലുള്ളവരാരെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ അനർത്ഥങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ശരി, അതെല്ലാം വിട്ടേക്ക്. നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ ജണ്ടു ചേട്ടൻ. ഇത് വീറിനുള്ള ഭക്ഷണമാ. അല്ല ചുൾബുൾ, ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ചുൾബുൾ, നീ എന്തായി ചെയ്തേ? നിനക്ക് അറിയാവുന്നതല്ലേ അവന്റെ തലക്ക് അടികിട്ടി അവനെല്ലാം മറക്കുമെന്ന്. ശരി, ഇവന്റെ ഓർമ്മശക്തി തിരിച്ചു കൊണ്ടുവാ. ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നതാണല്ലോ. ഇവിടെ എന്തായി നടക്കുന്നത്? ഞാനെന്താ ഇനി വല്ല സ്വപ്നവും കാണാണോ?
അമ്മേ അമ്മേ ഒന്നിങ്ങ് വന്നേ, അമ്മ ഒന്നിങ്ങ് വന്നേ. ദേ കണ്ടില്ലേ, വീറിന് കൈയല്ല, അതിന് പകരം ഒരു ചുറ്റികയാ. അവന്റെ കയ്യിൽ നിന്ന് ലേസർ ബീമൊക്കെ വരുന്നുണ്ട്. വരൂ അമ്മേ, വരാൻ. ചിന്റു, ബണ്ടി ഞാൻ പണിയെടുക്കുന്നതൊക്കെ കണ്ടുന്ന് തോന്നുന്നു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എന്ത് കാണിക്കാനാ നീ ഇപ്പൊ എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് ദേ പോകുന്നത്? കണ്ടില്ലേ, നോക്ക്. എന്റെ പണിയല്ലേ ഇട്ടേച്ച് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് వന്ന ഇതിനാണോ? ఎవిడేడా లేసర్ బీమ్? రేసు రేపు కోట కింద మొదలవుతుంది. నేను గెలవలేను. నన్నెందుకు పరిగెత్తిస్తున్నావురా? నేను గెలవలేను. చుల్బుల్ వీరి నాకు మొత్తం చెప్పాడు. ఈ రేస్ మంచి పని కోసం జరుగుతుంది. నీ నమ్మకాన్ని కోల్పోకు. గుర్తుందా, తాబేలు కూడా కుందేలుతో రేసులో గెలిచింది. అయితే వెంటనే వెళ్ళి బంటి గారి గుర్రానికి చెప్పేయండి, రేసు మధ్యలో ఏదైనా చెట్టు కిందకి వెళ్ళి నిద్రపోమని. సరే, చెప్తాను. ఇక నీ మీద నమ్మకం ఉంచుకో. ఓకే వీర్, పద. నువ్వు కూడా రేస్ కి సిద్ధంగా అవ్వాలి. నీ కూడా సర్వీసింగ్ చేయించాలి. నేను గెలుస్తాను. తాతయ్య గారు, నా ఫ్రెండ్స్ అందరూ కళ్ళలు కంటున్నారు. నేను కళ్ళలు కనాలనుకుంటున్నాను, కానీ నాకు కళ్ళలెందుకు రావు? చూడు బాబు, ఒకరోజు నువ్వు కూడా కలలు కంటావు. ఖచ్చితంగా కలలు కంటావు. అదిగో నీ ఫ్రెండు మళ్ళీ ఏదో చూశాడు. నీ వెంట పడడం వాడిప్పుడు వదిలిపెట్టాడు. వీర్, ఎక్కడున్నావు? డాక్టర్ గారు, ఇక్కడ ఏం జరుగుతుంది? చుల్బుల్కి ఇప్పుడు మీ గుర్రంతో రేసు జరగబోతోంది. అందుకే వాడికి టానిక్ ఇస్తున్నాను. వీడు భయంతో స్పృహ తప్పి పడిపోయాడు. అయితే భయం అంటూ ఉంటుందిగా. గుర్రానికి గాడిదతో రేసు జరగబోతోంది. చెడ్డా సార్, మీరు భలే మాయలు చేస్తుంటారు. బంటి, నువ్వు మాకు ఇది చూపించడానికి తీసుకొచ్చావా? పనంతా వదిలేసి నేను పరిగెత్తుకుంటూ వచ్చాను. చెవులు పట్టుకో, నువ్వు చెవులు పట్టుకో. కానివ్వు. నేను చూశాను, నేను నిజంగానే చూశాను నాన్న. Okay then, on your marks, get set and go. వెంటనే వెళ్ళి గోల్డెన్ కార్ బ్యాటరీస్ తీసుకురా. ఎవరు కొట్టారు? మళ్ళీ ఎవరో కొట్టారు. ఎవరో కొట్టేశారు. ఎవరక్కడ? ఎవరో బయటికి రండి. నన్ను ఎవరు కొడుతున్నారు చెప్పండి. మిమ్మల్ని వదిలిపెట్టను. అందరంతో చూస్తా. ఇక్కడికి రండి. ఇప్పుడు అర్థమవుతుంది వీడికి. చాలా బరువుగా ఉన్నాయి. చింటూ, నువ్వు కావాలని నన్ను ఏడిపిస్తున్నావు కదూ. చింటూ, ఒక వైర్ తెచ్చి బ్యాటరీస్ అన్నింటినీ కనెక్ట్ చెయ్యి.
ఇప్పుడు వీటిని కరెంట్ స్తంభానికి కనెక్ట్ చెయ్యి. అప్పుడు నేను బటన్ నొక్కగానే ఊరంతా కరెంట్ వచ్చేస్తుంది. ఓకే బాస్. ఇదిగోండి. పని చేశావు.